അത് സിമ്പിളായി ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ ഇരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. കാരണം ഒരാൾ എനിക്ക് സംസാരിച്ചിരിക്കല്ല ഞാൻ. ഈ സംസാരത്തിലിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വഴിയും പിടിച്ച് എൻ്റെ നേരെയായിട്ട് വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു? ഞാൻ പറഞ്ഞ് ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹിദ് ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞേച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അയാൾ സംസാരിക്കുന്ന രീതി, ഒരു പക്വതയാണ്. ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവിൽ എത്തുന്നവര് അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പൂപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ. അതിൻ്റേതായ ഒരു മര്യാദ വേണ്ടേ എന്നോട് സംസാരിക്കാൻ, ദാർഢ്യത്തോട് സംസാരിക്കാൻ. ഞാൻ അപ്പോൾ ഇപ്പറേ നിൽക്കുന്നവർ ഉണ്ട്, അവരെല്ലാം വളരെ എന്നെയായിട്ട് ഞാനുടനെ ഇയാളിങ്ങോട്ടൊന്ന് പിന്നെ തട്ടി മാറ്റി എന്നുള്ളത് ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ചാനൽ എത്ര നാളായി എൻ്റെ ചോരയ്ക്ക് വേണ്ടി കുടിക്കുന്നു. ഈ ചാനൽ എത്ര നാളായിട്ട് ഞാൻ എന്ത് തെറ്റ് അവരോട് ചെയ്തു? അവർ സ്വയം ഒരു ആത്മപരിശോധന നടത്തട്ടെ. അവരെന്തെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അവരുടെ മുകളിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരുപാട് പലിശ രാജാക്കന്മാരും അണ്ണക്കോട്ടും മണിമുടക്കുന്നവരുൾപ്പെടെയുള്ള പലരുണ്ട്. ഇവരൊന്നാമതാകാൻ വേണ്ടിയിട്ട് തന്നെ ബാക്കി ചാനലെല്ലാം ആക്ഷേപിച്ചെന്തെല്ലാം 24 മുട്ടുന്നു, ഏഷ്യാനെറ്റുമായിട്ട് മുട്ടുന്നു, ഇവിടെ മുട്ടാത്ത ചാനലുകാരുമായിട്ട് എല്ലാം മുട്ടുക, രാഷ്ട്രീയക്കാരായിട്ട് എല്ലാവരുമായിട്ട് മുട്ടുക. ഈ മുട്ടിമുട്ടി ഇവരാരാണ്? പൊന്നുതമ്പരാനാണ്. എന്നെ വേട്ടയാണെന്ന് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ എന്തെങ്കിലും പറയണത്? എന്ത് കാര്യം എന്നെ ഇങ്ങനെ ആക്ഷേപിക്കാൻ? ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറഞ്ഞതിന് പകരം അത് ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള പ്രവൃത്തി. അവർക്ക് ആരോണ്ടൊക്കെ അച്ചാരം മേടിച്ചുകൊണ്ട് അവരുടെ ടിക്കറ്റും മേടിച്ച് ഫോറിലും ദുബായിലൊക്കെ പലരും പോകുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് കേട്ടു. എന്തു ആകട്ടെ, ഞാൻ എന്താ തെറ്റത്? ഞാൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സ്കൂളും ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ, കോളേജും ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഇത്ര വിഷമം? ഞാൻ കണക്ക് വെച്ച് പറഞ്ഞു, നിഷേധിക്കട്ടെ. അപ്പോൾ കാന്തപുരം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ കൊണ്ടം. അദ്ദേഹത്തെ ആരാണ്ട് നിരൂപിച്ചാണ്. കാരണം ഞാൻ കൊണ്ട് സാങ്കേതികമായി പറഞ്ഞാൽ ഉണ്ടെന്ന് പറയാം. ഒരു അണ്ണയുടെ കോളേജുണ്ട്. ആ കോളേജുണ്ട് എൻ്റെ പേരിൽ ഉണ്ട് കോളേജെന്ന് സ്ഥാപിക്കുകയാണ്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ഈ അണ്ണയുടെ കോളേജ് ഞാൻ കൊന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ലീഗുകാരന് കൊടുത്തത് എത്രയെന്ന് അറിയാവാം? 48 അണ്ണയുടെ കോളേജ് മലപ്പുറത്തുണ്ട്. മുട്ടിനാണ് ഉള്ളത്. 7 കോളേജ് 17 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തേ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു സാമൂഹ്യ നീതി വേണമല്ലോ. ഇവർ ഭരണത്തിൽ ഇരുന്നപ്പോൾ സാമൂഹ്യ നീതി നടപ്പിലാക്കിയോ ലീഗ്? അതിന് സർവേ എടുക്കാനും പഠിക്കാനും ഒരു കമ്മീഷൻ വെച്ച് ഇവരുടെ ഭരണകാലത്ത് സാമൂഹ്യ നീതി നടപ്പിലാക്കിയോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്താൻ ഞാൻ വെല്ലുവിളിക്കാൻ അവരാണ്. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആ കുറവ് മനസ്സിലാക്കി ഞങ്ങൾക്കൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടതിന് പകരം എന്നെ ഒരു മതവിദ്വേഷകൻ, ഞാനൊരു മതത്തെയും വിദ്വേഷിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ കൂടെ നിൽക്കുന്നതിൽ പലരും തന്നെ മുസ്ലിം സമുദായപ്പെട്ടതാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഒരു സിൻഡിക്കേറ്റ് തിരഞ്ഞെടുക്കുക 18 വോട്ട് കൊടുത്ത് ജയിപ്പിച്ച റഹീം ഞങ്ങളുടെ വോട്ട് കൊണ്ട് അയാൾ ജയിച്ച ഉടനെ SNDP സിന്ദാബാദാ വിളിച്ചത്. നിങ്ങളിപ്പോഴും തിരക്ക് നോക്ക്. ആ റഹീം ഒരു മുസ്ലിം വോട്ട് കൊടുത്തിട്ടില്ല. SNDPയുടെ ഒറ്റ വോട്ട് കൊണ്ട് മാത്രമാണ് സിൻഡിക്കേറ്റ് മെമ്പറായി മിടുമിടുക്കനായിട്ട് ആ മനുഷ്യൻ കഴിയുന്നത്. മാത്രമല്ല നമ്മുടെ ഈ SNDS കണക്ക് നോക്കുന്ന ആരാണ്? റഹീം അസോസിയേറ്റ്സ് അല്ലേ? എത്ര കൊല്ലേ? 30 കൊല്ലമായില്ലേ? മുസ്ലിം അല്ലേ? അല്ലെ MBS ആലപ്പുഴ ജില്ലയിലെ സെക്രട്ടറി അല്ലേ? എന്നിട്ട് നമ്മൾ ആരെങ്കിലും മാറ്റിയിട്ടുണ്ടോ? നമ്മുടെ കേസുകൾ മുഴുവൻ നടത്തുന്നത് കൊല്ലത്തല്ലേ? കൊല്ലത്ത് ആരാണ്? അതൊരു മുസ്ലിം വക്കീലല്ലേ? ഇതൊന്നും മറ്റേ സമുദായത്തിന് ആളില്ലായിട്ടാണോ? നമ്മളിലുള്ള വിശ്വസ്തതയും അവരിലുള്ള വ്യക്തിബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് അവർ മിടുക്കന്മാരാണെന്ന് തോന്നിയതുകൊണ്ട് ആ വക്കാലത്തെല്ലാം അവരുടെ കൊടുത്ത് എത്രയോ നല്ല ബന്ധത്തിൽ പോകുമ്പോൾ ഈ മുസ്ലിം സമുദായം മൊത്തമായി
ഈ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഇല്ലാതാക്കി, മതസൗഹാർദ്ദമില്ലാതെ കലഹം ഇവിടെ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത്.